പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് അടിയന്റെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്നതായ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. കൂടുതലും ഈ വീഡിയോകളെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് തുടർന്നും വീഡിയോകളൊക്കെ ചെയ്യുവാൻ, ദൈവവചനം സംസാരിക്കുവാനുള്ള ഒരു പ്രചോദനമാകുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ചെയ്യണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഇന്നത്തെ എന്റെ ചിന്താ വിഷയം, നമ്മുടെ മുമ്പിൽ അനുഗ്രഹത്തിന്റെ വാതിലുകൾ അടഞ്ഞിരിക്കുന്ന ഒരു അനുഭവം പലരുടെയും ജീവിതത്തിലുണ്ട്. വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചും കാത്തിരിക്കുകയും ചെയ്യുന്നതായ വിഷയത്തിന്റെ നടുവിൽ ഒരു വിടുതൽ കാണുവാൻ കഴിയാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ ഇന്ന് ആത്മീക മണ്ഡലങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നു. അവർ ചോദിക്കുന്നത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം പോലും എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഭാരത്തോടിരിക്കുന്ന ഒത്തിരി കുടുംബങ്ങളെ കഴിഞ്ഞ നാളുകളിലൊക്കെ കർത്താവ് പരിചയപ്പെടുവാൻ ഒരു അവസരം ഒരുക്കി തരുവാനായിട്ടിടയായി. അതിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ ഒരു ചിന്തയെ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവ് താല്പര്യപ്പെടുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ മുമ്പിൽ കർത്താവായ ദൈവം വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ആ വാതിൽ നമ്മൾ വിശ്വാസത്തോടുകൂടെ അതിന്റെ മുമ്പിൽ ഒന്ന് പോകാമെങ്കിൽ, നാം ഒന്ന് ദൈവത്തിന്റെ സന്നിധി വിശ്വാസത്തോടുകൂടെ ഒന്ന് പറയാമെങ്കിൽ, നമ്മുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്നതെന്തും നമ്മുടെ മുമ്പിൽ തുറന്നു വരും. കാരണം ബൈബിൾ പറയുന്നത്, നിങ്ങൾ അടയ്ക്കുന്നത് ആർക്കും തുറക്കാൻ കഴിയത്തില്ല, നിങ്ങൾ തുറക്കുന്നത് ആർക്കും അടയ്ക്കാനായിട്ട് കഴിയത്തില്ല. നമുക്ക് ചില വാക്കുകളിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള വാക്കുകളാണ്, എങ്കിലും ഒരു വാക്ക് ഞാൻ വായിക്കട്ടെ. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു അനുഭവം, യാചിക്കുന്ന ഏവനും ലഭിക്കും എന്ന് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. 3 കാര്യങ്ങളാണ് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ദൈവം തന്നിരിക്കുന്നത്. ഒന്ന്, യാചിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. അപേക്ഷിക്കുക. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ അപേക്ഷകൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് അത് നമ്മൾ ദൈവത്തോട് ചോദിക്കണം. 3, മുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിക്കൊണ്ടേ ഇരിക്കണം. അങ്ങനെ നമ്മൾ മുട്ടിക്കൊണ്ടേ ഇരിക്കുമെങ്കിൽ, അങ്ങനെ നമ്മൾ അപേക്ഷിച്ചു കൊണ്ടിരിക്കുമെങ്കിൽ, നമ്മൾ ദൈവത്തിന്റെ സന്നിധി യാചിച്ചു കൊണ്ടിരിക്കുമെങ്കിൽ, നിന്റെ മുമ്പിൽ തുറക്കാത്ത ഒരു വാതിലും ഈ ലോകത്തിനകത്ത് ഇല്ല എന്ന് വ്യക്തമായി പരിശുദ്ധാത്മാവിന്റെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. വെളിപ്പാടിന്റെ പുസ്തകത്തിൽ 3:8 വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് ഒരു സഭയെ നോക്കിക്കൊണ്ട് ദൈവം പറയുന്ന ഒരു ഭാഗമാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പം ശക്തിയേ ഉള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ലേ പ്രിയരെ, പല വ്യക്തികളും കർത്താവിനെ ഉപേക്ഷിക്കാതെ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എത്രയോ വർഷങ്ങൾ കൊണ്ട് ഒരു നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ ഇല്ലേ? പരിശുദ്ധാത്മാവ് പറയുന്നത്, അത് ഞാൻ കാണുന്നു, ഞാനത് അറിയുന്നു. വചനം പറയുന്നത്, നിനക്ക് അല്പം ശക്തിയേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ കാണുന്നു. ദൈവം കാണുകയായതുകൊണ്ട് ഒരിക്കലും നിന്റെ ജീവിതത്തെ തകർക്കാൻ ഒരു ശക്തിക്കും ഒരു പരാജയത്തിനും കഴിയത്തില്ല എന്ന കാര്യം നാം ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഉറച്ച വിശ്വാസത്തോട് കാത്തു സൂക്ഷിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു ദൈവ പൈതലിനെ അറിയുന്നില്ലല്ലോ, ആരും കാണുന്നില്ലല്ലോ എന്നാണോ നീ ചിന്തിക്കുന്നതെങ്കിൽ, വചനം പറയുന്നത് ദൈവം അത് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ 3:20 വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടോ വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണോ? ആരാണോ വാതിൽ തുറക്കുന്നത്, അവനോട് കൂടിയാണ് കർത്താവ് അത്താഴം കഴിക്കുവാൻ താല്പര്യപ്പെടുന്നത്. അവനോട് സഹകരിക്കുവാൻ, അവന് വേണ്ടി പ്രവർത്തിക്കുവാൻ, അവന് വേണ്ടി ഇടപെടുവാൻ കർത്താവ് തയ്യാറാ. പക്ഷെ ഇന്ന് പലരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പലരോടും പറഞ്ഞിട്ട് നാം പ്രാർത്ഥിക്കാതിരിക്കുകയാണ്.
അതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിനകത്ത് വാഴ്ത്തത്തങ്ങ് നിറവേറാത്തത്. അതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിനകത്ത് ചില പ്രവർത്തികൾ വെളിപ്പെടാത്തത്. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്ന വ്യക്തിക്ക് മാത്രമാണ് ദൈവം പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പലരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് നിന്റെ ഹൃദയ കവാടമെന്ന വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാളുകളിൽ നീ വാതിൽ തുറക്കുവാൻ തയ്യാറാണോ എങ്കിൽ നിന്റെ മുമ്പിൽ എത്ര അടഞ്ഞു കിടക്കുന്ന കല്ലറകളെയും ഭേദിച്ചുകൊണ്ട് നന്മയുടെ വഴികൾ നിന്റെ ജീവിതത്തിനകത്ത് തുറന്നു തരാൻ ദൈവം തയ്യാറാണ്. പക്ഷേ നമ്മുടെ ഈ കെട്ടുപാടുകൾ, നമ്മുടെ ഈ ചിന്താഗതികൾ, നമ്മൾ പലപ്പോഴും കുടുംബം കേട്ട് പഠിച്ചിരിക്കുന്ന ചില വിധികളൊക്കെയും തകർത്തുകൊണ്ട് ഈ നാളുകൾ ദൈവത്തിന്റെ വാക്ക് വിശ്വസിക്കാൻ നീ തയ്യാറാണോ എങ്കിൽ നിനക്ക് വേണ്ടി ചിലത് ദൈവം ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ലാസറിന്റെ കല്ലറയ്ക്കകത്ത് ഒരു സംഭവം നടന്നു. നിങ്ങൾ ആമൻ എത്ര പേര് അത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല. ആമൻ അഴുകിയിരുന്ന ശരീരത്തെ ദൈവം അവിടെ ശുദ്ധീകരിച്ചാണ് പുറത്തു കൊണ്ടുവന്നത്. നാറ്റമുള്ള ശരീരത്തെ നാറ്റമില്ലാത്ത ശരീരമാണ് പുറത്തു കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുന്നത് എങ്ങനെയെങ്കിലും അല്ല, ഫ്രഷായി നീതീകരിച്ചോ, വിശുദ്ധീകരിച്ചോ, ദൈവത്തിന് പ്രയോജനമാകുന്ന കൊള്ളാവുന്നവനായ ഒരു അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നത് കേട്ടോ. അതുകൊണ്ട് ഒന്നുകൊണ്ട് നീ ഭാരപ്പെടരുത്. നിന്റെ ജീവിതത്തിൽ എത്ര പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, എത്ര കഷ്ടങ്ങൾ കടന്നു വന്നാലും ദൈവത്തിന്റെ സന്നിധി നീ മുട്ടിക്കൊണ്ടിരിക്കാമെങ്കിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം തയ്യാറാണ്. അതുപോലെ ഒന്നുകൂടി നമുക്ക് വായിക്കാം. വെളിപ്പാട് 4:1 വായിക്കുമ്പോൾ അവിടെ ഒരു ഭാഗം ഇങ്ങനെ പറയുന്നു: അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഹല്ലേലൂയ, യോഹന്നാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ദർശനം കാണുമ്പോൾ തന്നോട് പറയുന്ന ഒരു ഭാഗമാണ്, ഇവിടെ കയറി വാ, ഞാൻ നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന നീ ദൈവത്തിന്റെ സന്നിധി കയറി പോകുമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ വേണ്ടത് ദൈവം ചിലത് ചെയ്തു തരും, ചിലത് കാണിച്ചു തരുവാനായിട്ട് ഇടയാകും. അതുപോലെ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, ഈ ഇടുക്കുവാതിൽ കൂടി അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിലോ വീതിയുള്ളതും വഴി വിശാലമായതാ. ഇടുക്കുവാതിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? പറയുന്ന കാര്യം സമയത്ത് നടക്കത്തില്ല, പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും, കല്ലും മുള്ളും നിറഞ്ഞതാണ്, സ്വസ്ഥമായിട്ടൊന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി നീ കടന്നു പോവുകയാണെങ്കിൽ നിന്റെ ജീവിതം നാശത്തിലേക്കല്ല, വിജയത്തിലേക്കാ. പക്ഷെ വിശാലമായ വഴി എന്ന് പറയുന്നത് ചിന്തിക്കുന്നതിന് മുമ്പേ കാശ് കയ്യിൽ വരിക, ചിന്തിക്കുന്നതിന് മുമ്പേ കാര്യങ്ങൾ വിജയിക്കുക, ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ ചിലരൊക്കെ മതിമറന്നങ്ങ് പോകുകയാണ്. ആ വഴി ചെന്ന് തീരുന്നത് നാശത്തിലേക്കാണ്. ഇന്ന് പല സ്ഥലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. പലരും കാശുണ്ടാക്കുവാനായിട്ട് വളരെ പ്രത്യാശയോടുകൂടെ പലതും കണ്ടുപിടിച്ച് അതിന്റെ പിന്നാലെ പോവുകയാണ്. എന്തെങ്കിലും ഒരു ഓഫർ കിട്ടിയാൽ അത് മേടിക്കുവാൻ, അതിൽ പങ്കാളികളാകുവാൻ വളരെ ബന്ധപ്പെട്ട് പോവുകയാണ്. അതിനു വേണ്ടിയാ നമ്മുടെ ജീവിതം സുഭിക്ഷമാകണം, നമ്മുടെ ജീവിതത്തിൽ എല്ലാം കിട്ടണം എന്ന് പറഞ്ഞ് ഓടുകയാ. പക്ഷേ ദൈവത്തെ ആരാധിക്കുന്ന ഒരു പൈതലിന് ഇതൊന്നും കിട്ടത്തില്ല. പലർക്കും ലോട്ടറി അടിക്കും, പക്ഷെ നിനക്ക് കിട്ടത്തില്ല. പലർക്കും പല വീടുകളും ഓഫറുകളും പലരും കാറൊക്കെ സംഭാവനയൊക്കെ ചെയ്യും, പക്ഷെ നിനക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് നീ ഭാരപ്പെട്ടു പോകരുത്. നിനക്ക് വേണ്ടി ഒരു ജീവിതത്തിലേക്കുള്ള ഒരു വഴി ദൈവം തുറന്നു തരികയാണ്. അതുപോലെ മത്തായി സുവിശേഷം തന്നെ 6:6 വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, നീ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് നീ പ്രാർത്ഥിക്കുമെങ്കിൽ നീ വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ നിനക്ക് വേണ്ടുന്ന പ്രതിഫലം നിന്റെ മുമ്പിൽ ദൈവം കൊണ്ടുതരും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുക. ഈ നാളുകളിൽ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ മനസ്സിലാക്കുവാൻ കർത്താവ് കൃപ ചെയ്തെന്നുകൊണ്ട് പറയുന്നതാ, എന്റെ ജീവിതത്തിൽ നടക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ആരും അറിയാതെ ദൈവത്തിന്റെ സന്നിധി നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, നിന്റെ വിഷയത്തിന്റെ നടുവിൽ നീ വാതിൽ തുറന്ന് പുറത്തു വരുമ്പോൾ, നീ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോൾ, നീ ആരാധിച്ച് മടങ്ങുമ്പോൾ, അവിടെ നിനക്ക് വേണ്ടി വാതിൽ തുറന്ന കർത്താവ് നിനക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണം വരണം. ഇന്ന് പലരും പ്രാർത്ഥിക്കുന്നതൊക്കെ കേട്ടാൽ നമുക്ക് തന്നെ സങ്കടം തോന്നും. ഇവിടെ ഈ ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർ ഒത്തിരി ദൂരങ്ങളിലൊക്കെ പോയിട്ട് ഇങ്ങു വരും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയമക്കൾ അങ്ങനെയല്ല. ദൈവത്തിന്റെ സന്നിധി, നിന്റെ വിഷയം എന്താ? വാതിലടച്ചോ, മുറിക്കകത്ത് കയറി വാതിലടച്ചോ, രഹസ്യത്തിൽ നീ സംസാരിക്കുന്ന ദൈവവുമായിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകും.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്ന ഏവനും പ്രതിഫലം കിട്ടുമെന്ന വേദപുസ്തകം പറയുന്നത്. ആമേൻ. അതുപോലെ 1 കൊരിന്ത്യർ 16:9 വായിക്കുമ്പോൾ എനിക്ക് വലിയതും സബലമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികൾ പലരുണ്ട്. അവിടെ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് വലിയതും സബലമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികൾ പലരുണ്ട്. 1 കൊരിന്ത്യർ 16:9 വായിക്കുമ്പോൾ കാണുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്നത് എങ്ങനെയാ? വലിയതും സബലമായതും. സബലമാകുക എന്ന് പറഞ്ഞത് എന്താണ്? കഴിഞ്ഞ നാളുകൾ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നില്ലേ? വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ആ വിഷയം അത് സബലമാകാൻ പോകുന്നു എന്നാണ്. അത് വലിയ പ്രൈസ് ദി ലോർഡ്. വലിയതായ ഒരു അനുഭവം. പ്രൈസ് ദി ലോർഡ്. ദൈവം ചെറുതല്ല തരാൻ ആഗ്രഹിക്കുന്നത്. ഹാലലൂയ. പലരും പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്, കുന്നോളം ആഗ്രഹിക്കുക എങ്കിലേ കുരുവോളം കിട്ടും. ആ പഴഞ്ചൊല്ല് വളരെ തെറ്റാണ്. ബൈബിൾ പ്രകാരം അത് തെറ്റാണ്. കാരണം നീ എത്ര ആഗ്രഹിക്കുന്നുവോ അതിലധികം തരാണ് ദൈവത്തിന് താല്പര്യം. പക്ഷേ നീ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ആഗ്രഹിച്ചാൽ മാത്രം പോരാ. ദൈവം ആഗ്രഹിക്കുന്ന ആ ഇഷ്ടത്തിനനുസരിച്ച് നീ ആഗ്രഹിക്കുമെങ്കിലോ നിശ്ചയമായിട്ട് വാതിൽ തുറക്കാൻ ദൈവം തയ്യാറാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു, ഒരിക്കൊന്നും കിട്ടിയില്ലല്ലോ. ഭാരപ്പെടാൻ ഈ നാളുകൾ നിനക്ക് തരാൻ ദൈവം തയ്യാറാ. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്നെക്കുറിച്ച് കർത്താവ് കാണുകയാണ്. നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു തന്നിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, വചനം പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്, നീ തുറന്നാല് വാതിൽ തുറക്കൂ, നീ അടച്ചാല് വാതിൽ അടയൂ. അതിന് ഒരു തെളിവാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വാതിൽക്കൽ വന്ന് കർത്താവായ യേശു ക്രിസ്തു നീ വാതിൽ തുറന്നു കൊടുത്താലേ ദൈവം ചെയ്യൂ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കൂ. അതിന്റെ അർത്ഥം എന്താ? നീ പലതും ചോദിക്കുന്നില്ല, നീ പലതും ദൈവത്തിന്റെ സന്നിധിയില് മറച്ചു വെക്കുകയാണ്. നീ പലപ്പോഴും ദൈവസേനയിൽ ഇരിക്കാൻ തയ്യാറാകുന്നില്ല, ദൈവശബ്ദം കേൾക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് അതിന്റെ ജീവിതത്തില് ആ നന്മയുടെ വാതിൽ അടയപ്പെട്ട് കിടക്കുന്നത്. ആ ഒരു അനുഭവം മാറണോ? നീ തുറന്നു കൊടുക്ക. ഇതാ ദൈവം നിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ ഇറങ്ങി വന്നിരിക്കുന്നു. ആ ദൈവത്തെ സ്വീകരിക്കുവാൻ, ആ ദൈവത്തിന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുവാൻ നീ തയ്യാറാണോ? ഹൃദയം ഒന്ന് തുറന്ന് ഒന്ന് സമ്മതിക്കോ. എന്റെ ദൈവം എന്നെ സഹായിക്കും, എന്നെ നടത്തും എന്ന് നീ പറയോ. വിടുതൽ ഉറപ്പാണ്. വർഷങ്ങൾ കൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ശാപത്താൽ കുടുങ്ങിക്കിടക്കുന്ന നിന്റെ ജീവിതത്തിനകത്തുള്ള നന്മകൾ ഇതാ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുകയാണ്. മുൻവിധികൾ മാറ്റ്, ചിന്താഗതികൾ മാറ്റ്, ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുങ്ങുക. നിശ്ചയമായിട്ട് കർത്താവ് നീതിയായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുറന്നു തരുവാനായിട്ട് ഇടയാകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു തരാൻ ദൈവം ശക്തനാ. പലപ്പോഴും ദൈവം തരുന്ന വാതില് നീ ചില വാക്കുകൾ കൊണ്ട് അടയ്ക്കുകയാ. ചില മുൻവിധിയുടെ വാക്കുകൾ കൊണ്ട് നീ അടയ്ക്കുകയാണ്. ശാപത്തിന്റെ വാക്കുകൾ കൊണ്ട് നീ അടയ്ക്കുകയാണ്. ദേഷ്യത്തോട് പറയുന്ന പല വാക്കുകളും നിന്റെ നന്മയെ അടച്ചു കളയുകയാണ് എന്ന കാര്യം നീ മറന്നു പോകരുത്. അതുകൊണ്ട് ഈ നാളുകളില് അനുഗ്രഹത്തിന്റെ വാക്കുകൾ നീ പറയാമെങ്കിലോ, അനുഗ്രഹത്തിന്റെ വാക്കുകളോട് കൂടി നീ പ്രാർത്ഥിക്കാമെങ്കിലോ ഇതാ നന്മയുടെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഈ നാളുകൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സകല അനുഗ്രഹങ്ങളെ കൊണ്ടും നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. നിശ്ചയമായും നിങ്ങൾ നല്ല അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വിരാമം കുറിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.